ഹലോ മൈ ഡ്യൂഡ്സ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പോകുന്നത് ജിമ്മിലോട്ടാണ്. അപ്പോൾ ഇത് നമ്മുടെ ജിമ്മിൻ്റെ ലോഗോ അല്ല, കമ്പനിയുടെ ലോഗോയാണ്. കമ്പനിയുടെ ലോഗോയിൽ ഫോൺ ഇട്ട് കറക്കം കറക്കി നമ്മൾ വാഴകളുടെ നടുവിലൂടെ വാഴകളുടെ കൂടെ എങ്ങോട്ടാണ് പോകുന്നത്? ജിമ്മിലോട്ട്. അപ്പോൾ ജിമ്മിലോട്ട് പോകുമ്പോൾ നമുക്ക് ആദ്യം എന്താ വേണ്ടത്? കലോറീസ്. അപ്പോൾ കലോറീസ് അടിച്ച് കയറ്റാമെന്ന് വിചാരിച്ചൊരു കടയിൽ കയറി പാൽ ഓർഡർ ചെയ്തപ്പോൾ പാൽ കുടിക്കാൻ മൂളില്ല, നല്ല തലവേദന കൊണ്ട് ചായ കുടിച്ച് കുറച്ച് ഫാറ്റ് അടിച്ച് കയറ്റി. ജോയൽ ബ്രോയുടെ ഫാൻ്റെ സ്വിച്ച് തപ്പുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് മുടി ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ച് ജിമ്മിലോട്ടൊക്കെ പോകുന്നതല്ലേ, മുടിയൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് പോകും. അപ്പോൾ താഴോട്ട് ചെയ്ത് നോക്കി അതെനിക്ക് വലുതായിട്ട് സൂചിച്ചില്ല. പിന്നെ സൈഡിലോട്ട് ചെയ്ത് നോക്കി അതെനിക്ക് തീരെ സൂചിച്ചില്ല. പിന്നെ ഓപ്പോസിറ്റ് ചെയ്ത് നോക്കി അതെനിക്ക് നല്ല രീതിയിൽ സൂചിച്ചു. അപ്പോൾ അതെനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ഞാൻ ക്രിസ്റ്റോയോട് ചോദിച്ചു അതെങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ അവനും പറഞ്ഞു അത് കൊള്ളാമെന്ന്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ ആയി. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഹെയർ സ്റ്റൈൽ ഫിക്സ് ചെയ്തു. അപ്പോൾ ഞാൻ അതിൽ സംതൃപ്തനായി. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ മറ്റൊരു കാര്യം ചോദിക്കാം, ഇത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേരെ. ഈ ലോകത്ത് പ്രേമം, അതായത് ലവിനൊന്നും തരാൻ പറ്റാത്ത കാര്യം മറ്റൊരു സാധനത്തിന് തരാൻ വേണ്ടിയിട്ട് പറ്റും. അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ പോകുന്നത് കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ജിമ്മിലോട്ടാണ്. എക്സ്ഫിഗർ ജിം എന്നാണ് ഈ ഒരു ജിമ്മിൻ്റെ പേര്. ഇത് കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ജിമ്മാണെന്നാണ് പറയപ്പെടുന്നത്. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഇവിടെ മുമ്പ് വർക്ക് ചെയ്തൊരു പുള്ളിക്കാരനാണ് എനിക്കിത് പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങൾക്കിത് അറിയാമെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തേരെ. അപ്പോൾ നമ്മൾ ചെന്നിട്ട് നല്ല രീതിയിൽ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇന്ന് നമുക്ക് ഡമ്പലും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. തരുന്നില്ല എന്നാണ് ഞാൻ ആദ്യമൊക്കെ പരാതി പറയുമെങ്കിൽ ഇന്ന് എനിക്കിപ്പോൾ നല്ല കുറ്റബോധവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ഇതുവരെ കൈയുടെ വേദന മാറിയിട്ടില്ല. ഇപ്പോഴും എനിക്ക് കൈ പൊക്കാൻ വയ്യ. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ നല്ല രീതിയിൽ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും പിന്നെ ഒരു ഉരുട്ടി കളിക്കുന്ന സാധനം കണ്ടപ്പോൾ നമ്മൾ അത് ഉരുട്ടി കളിക്കാൻ പോയി. അപ്പോൾ വീഡിയോയിലേക്ക് ചാനൽ